നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ ചാനൽ മുതലാളിമാരും പരിഭ്രാന്തിയിലാണ്. പരസ്യങ്ങൾ കുറയുന്നു, വരുമാനം ഇടിയുന്നു. ന്യൂസ് ചാനലുകളും എന്റർടൈൻമെന്റ് ചാനലുകളും പ്രതിസന്ധിയിൽ. ദേശീയ തലത്തിൽ പരിശോധിച്ചാൽ ടെലിവിഷൻ ചാനലുകൾക്ക് പുറകെ പോകുന്ന കാഴ്ചക്കാർ ഏറ്റവും കൂടുതലുള്ള സമൂഹമാണ് മലയാളികൾ. നിരവധി ചാനലുകളാണ് മലയാളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലതും സാമ്പത്തിക പ്രതിസന്ധി മൂലം അടച്ചുപൂട്ടിയപ്പോൾ പുതിയ ചാനലുകളുമായി രംഗത്ത് വരാൻ ആൾക്കാർ ഉണ്ടാകുന്നു എന്നത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മലയാളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ന്യൂസ് ചാനലുകളും എന്റർടൈൻമെന്റ് ചാനലുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ചാനലുകളിൽ പലതിൻ്റെയും കാഴ്ചക്കാരുടെ എണ്ണം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ചാനലുകൾക്ക് സാധാരണഗതിയിൽ പരസ്യങ്ങൾ സുലഭമായി ലഭിക്കുന്നത് അവർക്ക് കിട്ടുന്ന റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ റേറ്റിംഗ് കണക്കാക്കുന്നത് ബാർക്ക് റേറ്റ് അടിസ്ഥാനത്തിലും. ഈ കണക്ക് പ്രകാരം മലയാളത്തിലെ വാർത്താ ചാനലുകളും എന്റർടൈൻമെന്റ് ചാനലുകളും അടുത്ത കാലത്ത് വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. സാധാരണ നിലയിൽ കൂടുതൽ ജനശ്രദ്ധ നേടാറുള്ളത് വാർത്താ ചാനലുകളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള സർവേ ഫലപ്രഖ്യാപന സമയത്തും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന സമയത്തും ന്യൂസ് ചാനലുകൾക്ക് പ്രേക്ഷകർ കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബഹളങ്ങൾ അവസാനിച്ചതോടുകൂടി വാർത്താ ചാനലുകളിൽ കണ്ണുറപ്പിക്കുന്ന പ്രേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. സംപ്രേഷണം നടത്തുന്ന ചാനലുകൾക്ക് എത്രയധികം കാഴ്ചക്കാർ ഉണ്ടാകുന്നു എന്നത് പരിശോധിച്ച് ആഴ്ചതോറും അതിന്റെ കണക്ക് പുറത്തുവിടുന്നത് ബാർക്കാണ്. കഴിഞ്ഞ കുറെ ആഴ്ചകളായി മലയാളത്തിലെ ന്യൂസ് ചാനലുകളും എന്റർടൈൻമെന്റ് ചാനലുകളും ബാർക്ക് റേറ്റ് പ്രകാരം പ്രേക്ഷകരുടെ കാര്യത്തിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താ ചാനലുകളിൽ കാര്യമായ ആഘാതമേൽക്കാതെ പിടിച്ചു നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ്. വാർത്താ ചാനലുകളിൽ പ്രമുഖരായി നിൽക്കുന്ന ചാനലുകളിൽ 24 ചാനലാണ് തൊട്ടുപുറകിൽ. മനോരമ ന്യൂസ് 3-ാം സ്ഥാനത്തും മാതൃഭൂമി ന്യൂസ് 4-ാം സ്ഥാനത്തും നിൽക്കുന്നതായിട്ടാണ് ബാർക്ക് കണക്കിൽ പറയുന്നത്. ഇവരുടെ കണക്ക് പ്രകാരം റിപ്പോർട്ടർ ചാനൽ 5-ാം സ്ഥാനത്തും കൈരളി ന്യൂസ് 6-ാം സ്ഥാനത്തും ജനം TV 7-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. എന്റർടൈൻമെന്റ് ചാനലുകളെ ബാർക്ക് റേറ്റിംഗ് കണക്ക് പ്രകാരം ഏഷ്യാനെറ്റ് തന്നെയാണ് മുമ്പിൽ. കഴിഞ്ഞ ആഴ്ചയിൽ മഴവിൽ മനോരമ 4-ാം സ്ഥാനത്തും ഫ്ലവേഴ്സ് TV 3-ാം സ്ഥാനത്തും സൂര്യ TV 5-ാം സ്ഥാനത്തും അമൃത TV 12-ാം സ്ഥാനത്തും നിൽക്കുന്നു എന്നാണ് വ്യക്തമായിരുന്നത്. കാഴ്ചക്കാരുടെ റേറ്റിംഗിൽ വലിയ തോതിൽ ഇടിവ് അനുഭവപ്പെടുന്നത് മൂലം പല ചാനലുകളിലും പരസ്യ വരുമാനം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വാദങ്ങൾ ഉയർത്തി മുന്നിലെത്തി എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് ചാനലുകൾ പലതും യഥാർത്ഥത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. വമ്പൻ താരങ്ങളെ അണിനിരത്തി പല പരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ശ്രീകണ്ഠൻ നായരുടെ ഫ്ലവേഴ്സ് TV മുമ്പെങ്ങും ഉണ്ടാകാത്ത രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വർഷത്തിൽ 3-4 തവണ സൂപ്പർ താരങ്ങളെ അണിനിരത്തി മെഗാ ഷോകൾ നടത്തിയിരുന്ന ഫ്ലവേഴ്സ് ചാനൽ അതിൽ നിന്നെല്ലാം പിന്നോട്ട് അടിച്ചതിന്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. മലയാള മനോരമയുടെ ഉടമസ്ഥതയിലുള്ള മഴവിൽ മനോരമയുടെ സാമ്പത്തിക സ്ഥിതിയും പ്രതിസന്ധിയിലാണ്. പരസ്യ വരുമാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഇടിവാണ് ചാനലിനെ വിഷമത്തിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള മറ്റു പല ചാനലുകൾക്ക് സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ മറ്റ് സ്ഥാപനങ്ങളില്ലാത്ത സ്ഥിതിയാണ്. മഴവിൽ മനോരമ ഗ്രൂപ്പിന്റെ കീഴിലായതിനാൽ പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടില്ല. പ്രമുഖ മലയാള ദിനപത്രത്തിന്റെ ഉടമകളായ മാതൃഭൂമിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാതൃഭൂമി ന്യൂസ് വാർത്താ ചാനൽ. ഇവർക്ക് ന്യൂസ് ചാനൽ അല്ലാതെ എന്റർടൈൻമെന്റ് ചാനലൊന്നുമില്ല. എങ്കിൽ കൂടിയും മാതൃഭൂമി കമ്പനിയുടെ ന്യൂസ് ചാനൽ പതിവില്ലാത്ത വിധത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു എന്നാണ് അറിയുന്നത്. ജീവനക്കാരുടെ ഉയർന്ന നിരക്കിലുള്ള ശമ്പളവും ജീവനക്കാരുടെ എണ്ണ കൂടുതലും മാതൃഭൂമി ചാനലിനെ പ്രതിസന്ധിയിലാക്കി എന്ന വിമർശനവും മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം 2.5 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ ടെലിവിഷൻ ചാനലുകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴും വലിയ പ്രശ്നങ്ങളില്ലാതെ അച്ചടി മാധ്യമങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ്. പ്രചാരത്തിൽ ഇപ്പോഴും കുതിപ്പുമായി മലയാള മനോരമ നിലനിൽക്കുന്നുണ്ട്. തൊട്ടുപുറകിൽ മാതൃഭൂമി ദിനപത്രവും. പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പിന്തുണ കൊണ്ടാണെങ്കിലും CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി ക്ഷീണം ഉണ്ടാകാതെ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ സാമുദായികമായി പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ചില പത്രങ്ങളും ക്ഷീണമില്ലാതെ നീങ്ങുകയാണ്. ഏതായാലും മലയാളികൾക്കിടയിൽ വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കിയെടുത്ത മലയാളത്തിലെ വാർത്താ ചാനലുകളും എന്റർടൈൻമെന്റ് ചാനലുകളും നടത്തിക്കൊണ്ടു പോകുന്നതിന് ഉടമസ്ഥർ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ നില തുടർന്നാൽ സമീപകാലത്ത് അടച്ചുപൂട്ടിയ മറ്റു പല ചാനലുകളുടെ അവസ്ഥ ചില ചാനലുകളിലേക്കും കൂടി വ്യാപിക്കും എന്ന ഭയവും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കുണ്ട്. നന്ദി, നമസ്കാരം.